ഹായ് സുഹൃത്തുക്കളെ, സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മൊഡ്യൂള് അവസാനിച്ചിരിക്കുകയാണ്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന മറ്റൊരു മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ടോപ്പിക് വൈസ് ടോപ്പിക് ക്ലാസ്സുകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. വളരെ കാര്യമായി നമുക്ക് ഇത് പഠിക്കാം. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റം മോഡലുകളെ കുറിച്ചാണ്. വാട്ട് ഡു യു മീൻ ബൈ ആറ്റം? ആറ്റം എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റം. ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണികകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആറ്റങ്ങൾ എന്ന്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണികകളെയാണ് നമ്മൾ ആറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യകാലത്ത് ഈ ആറ്റങ്ങളുടെ സ്ട്രക്ചർ എന്താണെന്നും മീൻസ് അതിൻ്റെ ഘടന എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആറ്റം ഘടനയിലേക്ക് എത്തപ്പെടുകയുമാണ് ചെയ്തത്. ആ ഒരു സീരീസ് ഓഫ് ചേഞ്ചസിനെ കുറിച്ചും ആ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചും ആ സ്റ്റഡീസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പോർഷനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആറ്റം മോഡൽസ്. അപ്പോൾ ഈ പടം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ആറ്റം മോഡലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ പടത്തിലേക്ക് എന്ത് ചെയ്യാം വരാം. ഓക്കെ, ഇത് നോക്കൂ. ഫസ്റ്റ് ആറ്റം മോഡൽ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് തോംസൺ ആണ്. ആരാണ്? തോംസൺ. ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഒരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ആറ്റം മോഡലിനെ വിളിക്കുന്ന പേര് വാട്ടർമെലൺ മോഡൽ, വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെയാണ്. ഇതാണ് വിളിക്കുന്നത് വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ. ഇനി നമുക്ക് ആ പടത്തിലേക്ക് കിടക്കാം. അതാ നോക്കൂ, ഇതാണ് തോംസൺ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആറ്റം മോഡൽ. ഇതിൻ്റെ പേരാണെന്ത്? പ്ലം പുഡിംഗ് ഓർ റൈസിൻ പുഡിംഗ് ഓർ വാട്ടർമെലൺ മോഡൽ. ഇത്രയും പേരുകളുണ്ട്. എന്തൊക്കെയാണ്? പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാം, റൈസിൻ പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്ന് വിളിക്കാം. ഇത് കൊണ്ടുവന്നതാരാണ്? തോംസൺ, ജെ തോംസൺ. അപ്പോൾ തോംസൺ മോഡൽ ഓഫ് ആറ്റമാണ് ഏത്? വാട്ടർ മെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റസിൻ പുഡിംഗ് മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിനനുസരിച്ച് എന്താണ് ആറ്റം മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോംസൺ പറഞ്ഞത് ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ. ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പിയറാണ്. ഇൻ വിച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആറ്റം എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയർ, ആ സ്പിയറിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ക്രമീകരിച്ചിരിക്കുന്നു. അതാണ് ആറ്റത്തിൻ്റെ ഘടന എന്നാണ് ആര് പറഞ്ഞത്? മോഡലിൽ, തോംസൺ മോഡലിൽ പറഞ്ഞത്. കണ്ടോ, ഇത് മുഴുവനാണ് ഒരു പോസിറ്റീവ് ചാർജ് സ്പിയർ. അതിനകത്താണ് കണ്ടോ നെഗറ്റീവ് ചാർജുകളെ ക്രമീകരിച്ചിരിക്കുന്നതുണ്ടോ. ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ മെലനകത്ത് സീഡുകളെ വെച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഇതിൻ്റെ ഈ പോസിറ്റീവ് ചാർജ് സ്പിയർ എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് സ്പിയർ ആണ്. ഇതിനകത്ത് കാണപ്പെടുന്ന ഈ സീഡുകളാണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്. ഈ ഒരു രീതിയിലാണ് ആദ്യമായിട്ടൊരു ആറ്റം മോഡൽ അവതരിപ്പിച്ചത്? തോംസൺ അവതരിപ്പിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് പോയിന്റുകളിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജാണുള്ളത്, സ്പെറിക്കൽ ഷേപ്പാണുള്ളത്. വിത്ത് ദ പോസിറ്റീവ് ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അവിടെയുള്ള പോസിറ്റീവ് ചാർജുകൾ എങ്ങനെയാണ്? യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. എല്ലായിടത്തും ഒരുപോലെ എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ദ ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഇറ്റ്. അതിനകത്താണ് ആരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെ? ജസ്റ്റ് ലൈക്ക് സീഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വാട്ടർമെലൺ. വാട്ടർമെലൺ തണ്ണിമത്തനകത്ത് സീഡുകളെ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ ആണ് നമ്മുടെ തോംസൺ മോഡലിൽ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെയോ, an important feature of this model is that the mass of atom is assumed to be uniformly distributed over the atom. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാസും
ആറ്റത്തിലെ മാസും പൂർണ്ണമായും യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇതിനകത്തുള്ള മുഴുവൻ മാസും, ആറ്റത്തിൻ്റെ മുഴുവൻ മാസും പൂർണ്ണമായും അതിലെന്ത് ചെയ്തിരിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന ക്രമത്തിലാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിച്ചത്. പിന്നെ അതിനകത്ത് ഉള്ള പോസിറ്റീവ് ചാർജുകൾക്ക് എണ്ണത്തിന് ഏകദേശം ഈക്വലായിരിക്കും എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൻ്റെയും എണ്ണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ആറ്റം എന്തായിരിക്കും? കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. നമ്മൾ മോഡേൺ കൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി എന്താണ്? ന്യൂട്രലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആരുടെ മോഡൽ എന്ന് പറയുന്നത്? തോംസൺ മോഡൽ. ഒന്നുകൂടി ആവർത്തിക്കാം. According to Thomson model, atom is a positively charged sphere in which a negatively charged electrons are distributed. Okay. പോസിറ്റീവ് ചാർജുള്ള സ്പിയർ ആണ്, അതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആദ്യമായിട്ട് വന്ന മോഡലാണ് ആര്? തോംസൺ മോഡൽ. ഓക്കെ, ആ പേരുകളും മറക്കരുത്. അടുത്ത രണ്ടാമത് വന്നൊരു മോഡലാണ് റുദർഫോർഡ് മോഡൽ. ഈ രണ്ടാമതൊരു മോഡൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ മോഡലിലേക്ക് എത്തിയത്. അപ്പോൾ റുദർഫോർഡിൻ്റെ മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. എന്താണ്? ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്താണ്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഇത് കാണിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മോഡലും ആ മോഡലിലേക്ക് അദ്ദേഹം എത്തുന്നതിന് കാരണമായ എക്സ്പെരിമെൻറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റുദർഫോർഡിൻ്റെ മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട ഈ എക്സ്പെരിമെൻ്റ് പഠിക്കണം. റുദർഫോർഡ് ആറ്റം മോഡലിനെ ഡെവലപ്പ് ചെയ്തത് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന പരീക്ഷണത്തിലൂടെയാണ്. അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ മറ്റേ തരത്തിൽ പറഞ്ഞാൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് റുദർഫോർഡ് മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡ് തകിട് എടുത്തു, ഗോൾഡ് ഫോയിൽ എടുത്തു. ഗോൾഡ് എടുക്കാനുള്ള കാരണം അതിനെ നമുക്ക് തിക്നെസ് പരമാവധി കുറയ്ക്കാം. കാരണം മാക്സിമം മാല്യബിലിറ്റി ഉള്ള മെറ്റലുകളിൽ ഒന്നാണ് ആര്? ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ആറ്റത്തിൻ്റെ തിക്നെസ്സിലേക്ക് വേണമെങ്കിൽ നമുക്കിതിനെ കുറച്ച് കൊണ്ടുവരാം, ഇതിൻ്റെ തിക്നെസ്. അങ്ങനെ ഒരു പീസ് എടുത്തു, ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. ഓക്കെ, ദെൻ അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ് വെച്ചത്. എന്ത് വെച്ചു? ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ വെച്ചു. ആ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൻ്റെ ഇന്നർ സർഫസ് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ എടുത്തു. അതാണ് ഇവിടുത്തെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിനെ ഒരു സോഴ്സിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഏതിലേക്ക് പതിപ്പിച്ചു? ഈ ഗോൾഡ് ഫോയിലിനകത്തേക്ക് പതിപ്പിച്ചു. അതാണ് എഴുതിയിരിക്കുന്നത്, എ സ്ട്രീം ഓഫ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് വാസ് ഡയറക്റ്റഡ് അറ്റ് ദ തിൻ ഗോൾഡ് ഫോയിൽ. ആ ഗോൾഡ് ഫോയിലിനകത്തേക്ക് ഹൈ സ്ട്രെങ്ത് ഉള്ള ഒരു വലിയ സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു? അതിലേക്ക് പതിപ്പിച്ചു. എന്നിട്ട് കുറച്ച് ഒബ്സർവേഷനിൽ അദ്ദേഹം എത്തി. ആ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഷനുകളിലേക്ക് എത്തി. അതിൽ നിന്ന് ആറ്റം മോഡലിലേക്ക് എത്തി. അപ്പോൾ രണ്ടാമതായി ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വന്നതാരാണ്? റുദർഫോർഡ് ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പരീക്ഷണമാണ് ആര്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ ആണല്ലോ. അതിന് അദ്ദേഹം എന്തൊക്കെ ആണ് ഉപയോഗിച്ചത്? ഒന്ന്, ഗോൾഡിൻ്റെ തകിട്, ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചു. പിന്നെ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ഉപയോഗിച്ചു. ആ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൻ്റെ ഇന്നർ സൈഡിൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്ത് വരുന്ന ഒരു സോഴ്സിനെ എടുത്തു. ഇനി ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് ഫോയിലിനെ എടുത്ത് വെച്ചതിന് ശേഷം അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് വെച്ചു? അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിനെ സെറ്റ് ചെയ്തു. ഓക്കെ,
അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഫ പാർട്ടിക്കിളുകളായി കഴിഞ്ഞാലും റേഡിയോ ആക്റ്റീവ് കണങ്ങളായി കഴിഞ്ഞാലും ഫ്ലൂറസെൻ്റ് സ്ക്രീനിലേക്ക് ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ അതവിടെ ചെറിയ സ്പോട്ടുകളെ ഉണ്ടാക്കും. അത് വെച്ചിട്ട് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഓക്കെ, നമുക്കിനി അദ്ദേഹം എത്തിയ ഒബ്സർവേഷൻസിലേക്ക് പോകാം. പ്രധാനമായും റുദർഫോർഡ് ഈ ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടുമ്പോൾ എത്തിച്ചേർന്നത് 3 ഒബ്സർവേഷനിലേക്കാണ്. 3 ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻസ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദി ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഈ ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിട്ടപ്പോൾ 3/4 ആൽഫ പാർട്ടിക്കിളുകളും യാതൊരു തരത്തിൽ അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാക്കാതെ ആ ഗോൾഡ് ഫോയിലിലൂടെ കടന്നപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദി ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ഗോൾഡ് തകിടിലേക്ക് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിട്ടപ്പോൾ 3/4 ആൽഫ പാർട്ടിക്കിളുകളും അവയുടെ പാതയിൽ യാതൊരുവിധ വ്യതിയാനവും കൂടാതെ ആ സ്വർണ്ണ തകിടിലൂടെ പ്രവേശിച്ച് മറുവശത്തേക്ക് പോയി. അതാണ് ഒന്നാമത്തെ നിരീക്ഷണം. ഓക്കെ, ഇനി രണ്ടാമത്തെ നിരീക്ഷണം, എ സ്മാൾ എമൗണ്ട് ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മാൾ ആംഗിൾസ്. വളരെ കുറച്ചെണ്ണം ആൽഫ പാർട്ടിക്കിളുകൾ മാത്രം അവയുടെ പാതയിൽ നേരിയ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയി. അപ്പോൾ ഈ നേരെ റിജുവായി സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കേണ്ട ആൽഫ പാർട്ടിക്കിളുകൾ കുറച്ചെണ്ണം കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം പെട്ടെന്ന് അതിൻ്റെ പാതയിൽ ചെറിയ ഡീവിയേഷൻ ഉണ്ടാക്കി സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മാൾ ആംഗിൾസ്. ചെറിയ കോണളവുകളിൽ അവയുടെ പാതയിൽ വ്യതിയാനം ഉണ്ടാക്കിക്കൊണ്ട് വളരെ കുറച്ചെണ്ണം ആൽഫ പാർട്ടിക്കിളുകൾ മാത്രം എന്ത് ചെയ്തു? ഈ സ്വർണ്ണ തകിടിലൂടെ കടന്ന് മറുവശത്തേക്ക് പോയി. പിന്നെയോ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് 1 or 2 ആൽഫ പാർട്ടിക്കിൾസ് retrace the path or bounce back. 1 or 2 ആൽഫ പാർട്ടിക്കിൾ, വളരെ കുറച്ചെണ്ണം ആൽഫ പാർട്ടിക്കിളുകൾ മാത്രം എന്ത് ചെയ്തു? ഏത് പാതയിലൂടെയാണോ സഞ്ചരിച്ച് പോയത് ആ പാതയിലൂടെ തിരികെ വന്നു. എന്ന് വെച്ചാൽ ഈ ആൽഫ പാർട്ടിക്കിളുകൾ കടന്നു പോയപ്പോൾ എന്തിലോ ചെന്ന് ഇടിച്ച് തിരിച്ചു വരുന്നത് പോലെ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത് 3മാണ് റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ്. ഏതാണ്? ഒന്ന്, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. 2, എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദി ഫോയിൽ വിത്ത് എ സ്മാൾ ആംഗിൾ ഡീവിയേഷൻ. ദെൻ മൂന്നാമത്തേത് 1 or 2 ആൽഫ പാർട്ടിക്കിൾസ് റീട്രേസ് ദ പാത്ത് ഓർ ബൗൺസ് ബാക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒബ്സർവേഷൻസ്. ഇനി എന്താ അദ്ദേഹം ചെയ്തത് നോക്കുക, മറക്കരുത്. 1, 2, 3 ഈ 3 ഒബ്സർവേഷൻസ് ഒരു കാരണവശാലും മറക്കരുത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ ഒബ്സർവേഷനുകളിൽ നിന്ന് അദ്ദേഹം എവിടേക്ക് എത്തി? കൺക്ലൂഷനുകളിലേക്ക് എത്തി. ഇനി ആ കൺക്ലൂഷനുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനുകൾ നോക്കൂ. ഒന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദി ഒബ്സർവേഷനിൽ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും കൂടാതെ മാക്സിമം ആൽഫ പാർട്ടിക്കിളുകൾ സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയി എങ്കിൽ ആ സ്വർണ്ണത്തകിടിൽ വലിയ സ്പേസ്, എംപ്റ്റി സ്പേസ് ഉള്ളത് കൊണ്ടാണ്. എംപ്റ്റി സ്പേസ്, ശൂന്യമായ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അതിലൂടെ ഈ ആൽഫ കണങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ സ്വർണ്ണത്തകിടിനെ നമ്മൾ എടുത്തത് ഒരു ആറ്റത്തിൻ്റെ തിക്നെസ്സിലാണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ആറ്റത്തിൻ്റെ ഭാഗങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ 3/4 ഭാഗവും എങ്ങനെയായിരിക്കും ഇരിക്കുക? എംപ്റ്റി സ്പേസ് ആയിരിക്കും. മീൻസ് ശൂന്യ സ്ഥലമായിരിക്കും, വേക്കൻറ്റ് സ്പേസ് ആയിരിക്കും. അപ്പോൾ ഏതൊരു ആറ്റം നമ്മൾ എടുത്തു നോക്കിയാലും ആറ്റത്തിൻ്റെ മോസ്റ്റ് സ്പേസും എങ്ങനെയായിരിക്കും? എംപ്റ്റി സ്പേസ് ആയിരിക്കും, മീൻസ് ശൂന്യ സ്ഥലമായിരിക്കും. അതുകൊണ്ടാണ് അതിലൂടെ ഈ കണികകൾക്ക് വളരെ കാര്യമായി കടന്നു പോകാൻ സാധിച്ചത്. അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ഒബ്സർവേഷൻ അദ്ദേഹം എന്താ പറഞ്ഞത്? രണ്ടാമത്തെ ഒബ്സർവേഷൻ പറഞ്ഞത്
എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഫോയിൽ വിത്ത് സ്മാൾ ആംഗിൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞു. കുറച്ചെണ്ണം ആൽഫ പാർട്ടിക്കിളുകൾ ചെറിയ വ്യതിയാനം ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ആൽഫ പാർട്ടിക്കിളുകളെ സംബന്ധിച്ച് അവയ്ക്ക് ചാർജ് ഉണ്ട്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു കണിക അതിൻ്റെ മറ്റൊരു പോസിറ്റീവ് ചാർജുള്ള കണികയുടെ പരിസരത്തേക്ക് പോയി കഴിഞ്ഞാൽ ലൈക്ക് ചാർജുകളായതുകൊണ്ട് അവ ഡിഫ്ലക്റ്റ് ചെയ്യും, വികർഷിക്കും. സ്വാഭാവികമല്ലേ? അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം എത്തിയത് ആറ്റത്തിനകത്ത് എന്തുണ്ട്? ഒരു സെൻറ്ററുണ്ട്. ആറ്റത്തിന് ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജാണ് എന്ന കൺക്ലൂഷനിലേക്കാണ് അദ്ദേഹം എത്തിയത്. ആറ്റത്തിന് എന്തുണ്ട്? ആറ്റത്തിനൊരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിന് എന്ത് ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? നമ്മുടെ ഒബ്സർവേഷനിലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ഒബ്സർവേഷനിൽ അദ്ദേഹം പറഞ്ഞത് 1 or 2 ആൽഫ പാർട്ടിക്കിൾസ് റീട്രേസ് ദ പാത്ത് ഓർ ബൗൺസ് ബാക്ക്. 1 or 2 ആൽഫ കണികകൾ എവിടേക്കാണോ പോയ അതേ പാതയിലൂടെ തിരിച്ചു വന്നു. വളരെ കുറച്ചെണ്ണം മാത്രമേ അങ്ങനെ വന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യം, ആറ്റത്തിൻ്റെ സെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൻ്റെ വ്യാപ്തം വിച്ച് മീൻസ് വോളിയം വളരെ കുറവായത് കൊണ്ടായിരിക്കുമല്ലോ 1 or 2 എണ്ണം മാത്രം അതിൽ ചെന്ന് തട്ടി തിരിച്ചു വന്നത്. വോളിയം വളരെ കൂടുതലായിരുന്നുവെങ്കിൽ ഇതിൽ തട്ടുന്ന ആൽഫ കണികകളുടെ എണ്ണവും കൂടിയേനെ. അങ്ങനെയാണെങ്കിൽ റീട്രേസ് ചെയ്യുന്ന ആൽഫ പാർട്ടികളുടെ എണ്ണവും കൂടിയേനെ. പക്ഷേ ഇവിടെ ആ വോളിയം വളരെ ചെറുതായിരിക്കും കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ മുഴുവൻ വോളിയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ആ സെൻറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഇതെന്ന് വിളിക്കുന്നത് ന്യൂക്ലിയസ്. ഇനി ഇതാ പോയിന്റുകളിലേക്ക് നോക്കാം. എന്താ പറഞ്ഞത്? സിൻസ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ, ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഓക്കെ, അതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ. ഇനി ദെൻ എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് were deflected. This is because the positive charge of an atom is concentrated in a very small volume at the center. സെൻറ്ററിനകത്തൊരു ചെറിയ വോളിയത്തിലാണ് അത് ഒക്യുപ്പൈ ചെയ്യുന്നത്, പോസിറ്റീവ് ചാർജ് സെൻറ്റർ. അതിന് എന്തെന്ന് വിളിക്കാം? വിച്ച് ഈസ് കാൾഡ് ന്യൂക്ലിയസ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇനി ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ്, മൂന്നാമത്തെ പോയിന്റ്, ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ് ഈസ് നെഗ്ലിജിബിളി സ്മാൾ. നെഗ്ലിജിബിളി സ്മാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അവഗണിക്കാം, അത്രയ്ക്കും ചെറുത്. നെഗ്ലിജിബിളി സ്മാൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ മുഴുവൻ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ചെറിയ വ്യാപ്തമാണ് ന്യൂക്ലിയസിനുള്ളത്. അത് നമ്മൾ അവയുടെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 10⁻⁻10 മീറ്ററാണ് എന്ന് കണക്കാക്കിയാൽ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് 10⁻⁻15 ആണ്. അതിനേക്കാളും വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ കൺക്ലൂഷനുകൾ. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ്, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ്. ഓക്കെ, ഇതിൽ ആറ്റത്തിൻ്റെ സൈസ് അതേപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ സൈസ് മറക്കരുത്. അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആറ്റത്തിൻ്റെ റേഡിയസ് എബൌട്ട് 10⁻⁻10ഉം ന്യൂക്ലിയസിൻ്റെതാകുമ്പോൾ 10⁻⁻15ഉമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻസ് പറഞ്ഞു, ദെൻ കൺക്ലൂഷൻസ് പറഞ്ഞു. ആ ഒബ്സർവേഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്ന കൺക്ലൂഷൻസ് പറഞ്ഞു. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിലേക്കാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് എവോ ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ്. ഈ നമ്മൾ ഇപ്പോൾ കണ്ട ഒബ്സർവേഷനിൽ നിന്നും കൺക്ലൂഷനിൽ നിന്നും റുദർഫോർഡ് പ്രപ്പോസ്ഡ് ആൻ ആറ്റം മോഡൽ. റുദർഫോർഡ് ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ആ ആറ്റം മോഡലിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. എന്താണ്? ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞാൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്തെന്ന് വിളിക്കും? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കും. ഓക്കെ,
അപ്പോൾ അതിൻ്റെ പോയിന്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് നോക്കൂ, all the positive charge and most of the mass of an atom are concentrated at an extremely small region called nucleus. അതായത് ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് സെൻറ്റർ ഉണ്ട്. ഓക്കെ, ആ സെൻറ്ററിലാണ് ആറ്റത്തിൻ്റെ 1/4 മാസും മുഴുവൻ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്താണ് ഒന്നാമത്തെ പോയിന്റ്? all positive charge and almost all mass in the case of an atom is concentrated in an extremely small region called nucleus. ആറ്റത്തിൻ്റെ 1/4 മാസും പിന്നെ മുഴുവൻ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, കേന്ദ്രീകരിക്കുന്നുണ്ട്. ഓക്കെ, കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ കേന്ദ്രത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, electrons are revolving around the nucleus with a very high speed in circular paths called orbits. ഓക്കെ, എന്താ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു. എവിടെ? ന്യൂക്ലിയസിന് ചുറ്റാകെയായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിത്ത് വെരി ഹൈ സ്പീഡ്, വളരെ വലിയ വേഗതയിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങുന്ന പാതയുടെ ഷേപ്പ് എന്താ? സർക്കുലാർ പാത്താണ്. ആ പാത എങ്ങനെയാണ്? വൃത്തപാതയാണ്. വൃത്തപാതയിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ്. ആ പാതയെ വിളിക്കുന്ന പേര് ഓർബിറ്റ്. എന്തെന്ന് വിളിക്കും? ഓർബിറ്റ്. അപ്പോൾ ഇലക്ട്രോൺസ് ആർ, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ സർട്ടൻ സർക്കുലർ പാത്സ് കാൾഡ് ഓർബിറ്റ്. ഓർബിറ്റിലൂടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണേ? ദെൻ അടുത്തത് പറഞ്ഞത് എന്താണ്? ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? വൈദ്യുതാകർഷണ ബലം. അപ്പോൾ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്തുകൊണ്ടാണ് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരാൻ കാരണം? ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിൻ്റെ കയ്യിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പോൾ 3 പോയിന്റുകൾ. ഓക്കെ ആണേ? ഇനി ഇതിനെ എന്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ മോഡൽ കമ്പയർ ചെയ്തിരിക്കുന്നത് സോളാർ സിസ്റ്റവുമായിട്ടാണ്. സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം സൺ, സൂര്യനാണ്. ഇവിടെ ആറ്റത്തിൻ്റെ കേന്ദ്രം ആരാണ്? ന്യൂക്ലിയസ് ആണ്. സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യന് ചുറ്റാൻ കറങ്ങുന്നത് ഗ്രഹങ്ങളാണ്. ഇവിടെ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റാൻ കറങ്ങുന്നത് ഇലക്ട്രോൺസ് ആണ്. കറങ്ങുന്നത് രണ്ടും വൃത്തപാതയിലൂടെ, ഏകദേശം വൃത്തപാതയിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ടാണ് ഈ സാധനത്തിനെ നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിച്ചത്. ഓക്കെ ആണല്ലോ? ഇത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിയ ഒരു മോഡൽ അല്ലായിരുന്നു. ഇതിനെന്തുണ്ട്? ഡ്രാബാക്സ് ഉണ്ടായിരുന്നു, പരാജയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡ്രാബാക്സ് ആണ് നമുക്കിനി നോക്കുന്നത്. അപ്പോൾ ഡ്രാബാക്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് ആറ്റം മോഡൽ. റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രാബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം കൊണ്ടുവന്ന ആറ്റം മോഡലിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റുദർഫോർഡ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഹി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ഒരക്ഷരവും പറഞ്ഞില്ല, സ്റ്റെബിലിറ്റിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഡ്രാബാക്കുകളിലൊന്നായിരുന്നു. പിന്നെയോ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ചോ അതിൻ്റെ സ്പെക്ട്രയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആര് എക്സ്പ്ലെയിൻ ചെയ്തില്ല? റുദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡ്രാബാക്കുകളിൽ മറ്റൊന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. നമ്മളിന്ന് പറഞ്ഞത് ആറ്റം മോഡലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ആറ്റം മോഡൽ, ഫസ്റ്റ് ആറ്റം മോഡൽ തോംസൺ മോഡൽ ഓഫ് ആറ്റമാണ് പറഞ്ഞത്. ജെ തോംസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അത് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ എന്ന് പറഞ്ഞു. ഇൻ വിച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് എന്നും നമ്മൾ പറഞ്ഞു. അത് വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നു. വാട്ടർ മെലണിൽ സീഡുകളെ ക്രമീകരിച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. സിമ്പിളി നമ്മൾ ഈ പടം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ആറ്റം മോഡലാണ് ആർക്കുള്ളത്? റുദർഫോർഡിൻ്റെ മോഡല്. റുദർഫോർഡിൻ്റെ മോഡല് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തി, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്ലനേഷനും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇതെങ്ങനെ കണ്ടക്ട് ചെയ്തു എന്നുള്ളത് അതിൻ്റെ ആവശ്യമായുള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ക്ലിയറായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ആവശ്യമുള്ളവരൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്സർവേഷൻസ് പറഞ്ഞു. 3 മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഇനി സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വാസ് റിഫ്ലക്റ്റഡ് ഇൻ സ്മാൾ ആംഗിൾസ്, അത് പറഞ്ഞു. ദെൻ 1 or 2 ആൽഫ പാർട്ടിക്കിൾസ് റീട്രേസ് ദ പാത്ത്, അതും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ എന്ത് പറഞ്ഞു? കൺക്ലൂഷൻ പറഞ്ഞു. കൺക്ലൂഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ആറ്റം മോഡലിലേക്ക് എത്തി. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഇനി മറ്റൊരു ആറ്റം മോഡൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.